പുറത്തോട്ടിറങ്ങി നടക്കാൻ വയ്യ, പട്ടികളെ ഭയന്നിട്ട് അതോ തമ്മി കിടന്നങ്ങ് കടിയാണ്. ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ആൾക്കാർക്ക്. ഒരുപാടെണ്ണമുണ്ട്, ഇത് കൂട്ടത്തോടാണ് വരുന്നത്. അതിനെ ഒതുക്കിയില്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവനും അപകടത്തിലാവും. കൂട്ടത്തോടെ എടുത്ത് ചാടി നമ്മളെ കടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിനുവേണ്ടി നടപടികൾ എടുക്കണം. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര നഗരത്തിൽ തെരുവനായ ശല്യം രൂക്ഷമാകുന്നു. നായകൾ കൂട്ടം ചേർന്ന് ആളുകളെ ആക്രമിക്കുന്നത് പതിവാവുകയാണ്. വിദ്യാർത്ഥികൾക്കും പ്രായമായ ആളുകൾക്കും ഉൾപ്പെടെ തെരുവുനായകളുടെ ആക്രമണം വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ വഴിയാത്രക്കാരെയും കച്ചവടക്കാരെയും എല്ലാം തെരുവുനായകൾ ആക്രമിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. ഇരുചക്രവാഹന യാത്രക്കാരുടെ പുറകെ നായകൾ ഓടുന്നത് വലിയ അപകടങ്ങൾക്കാണ് വഴിവെക്കുന്നത്. തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ അധികാരികൾ യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുയരുന്നുണ്ട്. ഇവിടെ തെരുവുനായ്ക്കളുടെ ശല്യം ഭയങ്കര രൂക്ഷമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊട്ടാരക്കര ഹോട്ട് കേക്സിൻ്റെ മാനേജരാണ്. ഇവിടെ തെരുവുനായ്ക്കളുടെ ശല്യം കൊണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന കസ്റ്റമറെ ആക്രമിക്കാൻ ചെല്ലുക, വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ ചെല്ലുക എന്ന് വളരെ രൂക്ഷം തന്നെ അതിരൂക്ഷമാണ്. കൂട്ടത്തോടാണ് അവർ വന്ന് ആക്രമിക്കുന്നത്. അവർ നിയമമില്ല, അതിന് വേറെ നിയമമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് വേറെ നടപടികളൊന്നുമില്ല. അതിനെ ഉപദ്രവിച്ചുകൂടാവുന്നതാണല്ലോ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഓർഡർ. അത് വളരെയധികം ഇവിടെ വ്യാപിക്കുന്നു. നമ്മുടെ ബിസിനസ്സിനെ അത് വളരെയധികം വ്യാപിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് മറ്റേ കസ്റ്റമർ കടന്നു വരാൻ വേണ്ടിയാണ് ബുദ്ധിമുട്ടുന്നുണ്ട്. അവർ പേടിച്ച് കയറുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാടെണ്ണമുണ്ട്, ഇത് കൂട്ടത്തോടാണ് വരുന്നത്. ഒരാളാണെങ്കിൽ വേണ്ടിയല്ല, ഇത് ഒത്തിരി പേരായിട്ടാണ് വരുന്നത്. രാത്രി ആണെങ്കിൽ പട്ടികളുകൊണ്ട് ഭയങ്കര ശല്യം. കാര്യം എന്ന് പറഞ്ഞാൽ ഈ റോഡിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ ഒരു കമ്പെടുത്തുകൊണ്ട് നടന്നില്ലെങ്കിൽ അത് നമ്മളെ ശരിക്ക് ഉതിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളതിലെ കൂടെ അങ്ങനെ നടന്നു പോകുകയാണെങ്കിൽ ഈ പട്ടികൾ അനക്കം കേട്ട് കഴിഞ്ഞാൽ കൂട്ടത്തോടെ എടുത്ത് ചാടി നമ്മളെ അന്നേരം ഒരു കമ്പെങ്കിലും കൈ വെച്ചില്ലെങ്കിൽ ആ പ്രശ്നം. ഈ KP-യിലൊക്കെ കണ്ടമാനം പട്ടിയുണ്ട്. ഈ ഏരിയയിൽ തന്നെ ഇവിടെയൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ കണ്ടമാനം പട്ടികൾ ഇങ്ങനെ പിന്നെ പ്രസവിച്ച് ഇതിൻ്റെ ഇവിടെയൊക്കെ കുട്ടികളെ ഇട്ടിട്ടുണ്ട്. അതെ, ദിവസവും ഇത് മുനിസിപ്പാലിറ്റി ഒന്നും ഇതിന് ഒരു ഇതും എടുക്കുന്നില്ല. തെരുവുനായ ശല്യം ഇവിടെ വളരെ ഭയങ്കരമായ രൂക്ഷമാണ്. അതുപോലെ തന്നെ ഇവിടെ വണ്ടി പിടിക്കാടുക, കടിക്കാൻ വരിക. പിന്നെ അതിനുവേണ്ടി എന്തായാലും ശക്തമായ നടപടി എടുക്കണം. വാഹനങ്ങൾ പോകാനും മനുഷ്യർക്ക് നടന്നു പോകാനും ബുദ്ധിമുട്ടാണ്. കൂട്ടം കൂടിയാണ് ഇതെല്ലാം കൂടെ വരുന്നത്. കടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിനുവേണ്ടി നടപടികൾ എടുക്കണം. പിന്നെ അതിനു വേണ്ടിയിട്ട് എന്താ ശക്തമായ നടപടി എടുക്കണം മുനിസിപ്പാലിറ്റി. സ്ഥിരമായിട്ടുള്ള ശല്യമുണ്ട്. സ്ഥിരമായിട്ട് ശല്യം കൂട്ടം കൂടിയാണ് വരുന്നത്. എല്ലാം കൂടെ ഭയങ്കരമായ ശല്യം. പോകാറുണ്ട്. നീ അവിടെ കച്ചവടം ചെയ്യുന്ന നമുക്കിവിടെ ഭയങ്കര ശല്യം. ഈ ഭാഗത്ത് ഭയങ്കര ശല്യമാണ്. രാത്രിയിലുണ്ട്, പകലും ഇതേപോലെ തന്നെ തെരുവുനായകളുടെ ശല്യം ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പോൾ സ്ത്രീകളും കുട്ടികളും ഒക്കെ ആയിട്ട് പോകുമ്പം തെരുവുനായകൾ ഇങ്ങനെ ശല്യപ്പെടുത്താറുണ്ട്. രാത്രി വളരെ ശല്യമാണ്. പകല് പിന്നെ ഈ കൂട്ടം കൂടിയുള്ള പരിപാടിയാണ്. 10-15 പട്ടികൾ ഒരുമിച്ചാണ്. ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ആൾക്കാർക്ക്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. നേരം വെളുത്തായാലും രാത്രിയിലായാലും എല്ലാം തന്നെ ഭയങ്കര പട്ടികളുടെ ശല്യം ഇവിടെ. കാരണം എന്ന് വെച്ചാൽ പിന്നെ മനുഷ്യന് വഴിയെ നടക്കണ്ട. മനുഷ്യൻ നടക്കുമ്പോൾ മനുഷ്യൻ്റെ പുറകിലൂടെ അങ്ങ് പോവുക. അവർ ഭയന്ന് കമ്പും തടി എടുത്ത് കൈയിട്ടുകൊണ്ടാണ് പോകുന്നത്. പിന്നെ ഒരു ഭാഗത്തൂടെ തന്നെ 10 എണ്ണം പോകും, മറുഭാഗത്തൂടെ 20 എണ്ണം. അങ്ങനെ വാലേ പോകുന്നു. ആ അലസോടെ മുമ്പിൽ, ആ മിഷങ്ങളുടെ മുന്നിൽ മൊത്തം പട്ടികൾ. ഇപ്പം മഴയായതുകൊണ്ടാണ് ഇറങ്ങാത്തത്. ഇപ്പം ഞങ്ങളുടെ ആ ഭാഗത്തോട്ടൊക്കെ ആണെങ്കിൽ ശരിക്ക് പട്ടികൾ. അവിടെ ഒരു ട്യൂട്ടോറിയുണ്ട്, പണ്ടത്തെ കോപ്പറേറ്റീവ് കോളേജ്. അവിടെ നിന്ന് വെച്ചാൽ ശരിക്ക് പട്ടികളാണ്. ഒരു വരി തന്നെ 10-20 ഒരുമിച്ചാണ് വരുന്നത്. ഭയങ്കര ശല്യം. നമ്മൾ എന്ത് ചെയ്യാനാ? നമ്മൾ ആരോട് പരാതിപ്പെടാൻ? നഗരസഭക്കാർ ഇടയ്ക്ക് വെച്ചിട്ട് പട്ടികളെ പിടിച്ചുകൊണ്ട് പോയി വജീകരണം പറഞ്ഞ് കൊണ്ടുപോയി. എന്നിട്ടും പെറ്റ് വിരകി കൊച്ചും കുട്ടിയായിട്ടാണ് കൊണ്ട് നടക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യാനാ? ആരോട് പറയും? ഞാനിവിടെ 10-15 വർഷം കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ശല്യം എന്ന് വെച്ചാൽ ഭയങ്കര ശല്യമാണ്. പുറത്തോട്ടിറങ്ങി നടക്കാൻ വയ്യ, പട്ടികളെ ഭയന്നിട്ട് അതോ തമ്മി കിടന്നങ്ങ് കടിയാണ്. ഇവിടെ തന്നെ 10-15 എണ്ണം കിടപ്പുണ്ട്. ഏത് സമയം വണ്ടിക്കാർക്ക് അപകടമാണ്, പ്രത്യേകിച്ച് ഈ ഇരുചക്ര വാഹനക്കാർക്ക്.
ഇപ്പോഴും ഇതില്ലാണ്ട് ഇവിടെ അങ്ങോട്ട് പോയതേ ഉള്ളൂ. അതിനെ ഒതുക്കിയില്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവനും അപകടത്തിലാവും.